ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒത്തുതീർപ്പിന് പണം വാങ്ങിയ എറണാകുളം കുറുപ്പംപടി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസെടുക്കും. എസ്ഐ അബ്ദുൾ റൌഫിനെയും 3 സിവിൽ പോലീസ് ഓഫീസർമാരെയും കഴിഞ്ഞ ദിവസം തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. കൈക്കൂലിയുടെ പങ്ക് പറ്റിയ ഗുജറാത്ത് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് അനുമതി തേടും. നിതിൻ സേവ്യർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, മാതൃകയാക്കേണ്ട ആളുകളിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസത്തെ സസ്പെൻഷൻ നടപടിയൊക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പോഴുള്ള അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ്? സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടാകുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തു വന്നത്. 4 പോലീസുകാർ കേസ് ഒതുക്കി തീർക്കാൻ ഗുജറാത്ത് പോലീസുമായി ചേർന്ന് ഒരു ഒത്തുകളി നടത്തി കൈക്കൂലി വാങ്ങി എന്ന വാർത്ത. അതിനെ തുടർന്ന് റൂറൽ SP 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ ആഭ്യന്തര അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ തന്നെ ഇന്നലെ രാവിലെയോടെ വിജിലൻസ് സംഘം ഈ സ്റ്റേഷനിലെത്തി ഒരു മിന്നൽ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിക്കുന്ന കാഴ്ചയും കണ്ടു. 4-ാം തീയതിയാണ് ഗുജറാത്ത് പോലീസ് സംഘം ഇത്തരത്തിൽ ഒരു ഓൺലൈൻ വിർച്വൽ അറസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് കുറുപ്പംപടി പോലീസുമായി ഒരു അന്വേഷണം നടത്താനായി ഇവിടെ എത്തുന്നത്. പിറ്റേന്ന് തന്നെ ഈ ഒരു യുവാവിനെ, കുറുപ്പംപടി സ്വദേശിയായ യുവാവിനെ ഇവർ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ യുവാവിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയെന്ന് ഗുജറാത്ത് പോലീസ് കണ്ടെത്തിയിരുന്നു. തന്റെ ഒരു സുഹൃത്ത് തന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒരു സുഹൃത്ത് തന്ന നമ്പറിലേക്ക് തന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ഈ യുവാവ് പോലീസിനോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സുഹൃത്തിനെ കണ്ടെത്തുന്നു. തുടർന്ന് ഇരുവരോടും 8 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ നിങ്ങളെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറയുകയും അത് പിന്നീട് 6,60,000 രൂപയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഈ 6,60,000 രൂപ പോലീസ് സ്റ്റേഷന് അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് വാഹനത്തിനുള്ളിൽ വെച്ച് ഈ പോലീസുകാർ കൈപ്പറ്റുന്നു. 60,000 രൂപ ഗുജറാത്ത് പോലീസ് സംഘത്തിന് നൽകുന്നു. 4 പോലീസുകാരാണ് ഗുജറാത്തിൽ നിന്ന് വന്നത്. ഈ ഗുജറാത്തിൽ നിന്ന് വന്ന പോലീസ് സംഘത്തിന് 60,000 രൂപ നൽകിയ ശേഷം ഈ ബാക്കി 6 ലക്ഷം രൂപ ഈ 4 പോലീസുകാരും വീതിച്ചെടുക്കുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഈ റിപ്പോർട്ട് കിട്ടിയതിന് പിന്നാലെയാണ് അവർ അന്വേഷണം നടത്തുകയും റൂറൽ SPക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. സംഭവത്തിൽ ഇവർ കുറ്റക്കാരാണെന്ന് മനസ്സിലായതോടെ ഇവരെ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അതിന് പിന്നാലെ ആ സമയത്ത് തന്നെ ഇന്നലെ രാവിലെയോടെ തന്നെ വിജിലൻസ് സംഘവും ഈ സ്റ്റേഷനിലെത്തി ഒരു പരിശോധന നടത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വിജിലൻസ് ഇപ്പോൾ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസുകാർക്കെതിരെ കേസെടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. കുറുപ്പംപടി സ്റ്റേഷനിലെ ഗ്രേഡ് SI ആയ അബ്ദുൾ റൌഫ് ഒപ്പം സിവിൽ പോലീസ് ഓഫീസർമാരായ ഷഫീഖ്, സഞ്ജു ജോസഫ്, സക്കീർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇവർക്കെതിരെ കേസെടുക്കാനുള്ള നീക്കമാണ് വിജിലൻസ് ഇപ്പോൾ നടത്തുന്നത്. ഒപ്പം തന്നെ ഈ കൈക്കൂലി പണത്തിന്റെ പങ്ക് കൈപ്പറ്റിയ ഗുജറാത്ത് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുമുള്ള നിയമോപദേശവും ഒപ്പം അനുമതിയും തേടാനും ഇപ്പോൾ വിജിലൻസ് സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ആലുവ റൂറലിൽ നിന്ന് വരുന്നത്. പോലീസ് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കി കേസ് ഒതുക്കി തീർക്കാൻ മറ്റൊരു സംസ്ഥാനത്തെ പോലീസ് സേനയുമായി ചേർന്ന് കൈക്കൂലി വാങ്ങിയെന്ന വാർത്ത അത് വലിയ നാണക്കേടും തലവേദനയും സേനയ്ക്കുണ്ടാക്കുന്നുണ്ട്.